ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചായക്കട പലഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഒരു വികാരമാണല്ലോ അല്ലേ? പ്രത്യേകിച്ച് വൈകിട്ട് 4 മണിക്ക് ചായ കുടിക്കുന്ന സമയത്ത് നമുക്കൊരു ചായക്കട പലഹാരം ഉണ്ടെങ്കിൽ അതൊരു സന്തോഷമാണ് അല്ലേ? ആഹ്, ഇന്ന് ചായക്കട പലഹാരങ്ങളിൽ തന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് ചെറുപയർ എന്ന് പറയുമ്പം നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രോട്ടീനൊക്കെ ഒരുപാടുള്ള ഒരു ഐറ്റം ആണല്ലോ. അപ്പോൾ നമുക്കിന്നൊരു സുഖിയനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പം അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടെ അമർത്തുക. അതുപോലെ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പുതിയ ചാനലാണ്. അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് സമയം കളയാതെ തുടങ്ങിയാലോ? നമുക്ക് സുഖിയൻ ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ചെറുപയറാണ്. ഞാനിവിടെ 1 ഗ്ലാസ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ സാധാരണ അരിയൊക്കെ അളക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ട്, ഈ ടൈപ്പ് ഗ്ലാസ്. ഇതിനകത്ത് 1 ഗ്ലാസ് ചെറുപയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ്. ഞാനിവിടെ ഒരു 200 ഗ്രാം ശർക്കര എടുത്ത് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. തേങ്ങ കൂടുതൽ വേണ്ടവർക്ക് തേങ്ങ കൂടുതലെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത്, ഞാനിവിടെ ബാറ്ററി റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദയുടെ കൂടെ തന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണിത്. അരിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഏലക്കാപ്പൊടി, പിന്നെ ജീരകത്തിൻ്റെ പൊടിയാണ് നമുക്ക് സുഖിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. നമുക്ക് ആദ്യം തന്നെ ചെറുപയറൊന്ന് വേവിച്ചെടുക്കാം. പയർ വേവിക്കാനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പയർ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. പയറിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പയർ അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ്, നമ്മൾ 1 ഗ്ലാസ് പയറാണ് എടുത്തത്, അതിൽ 1.5 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒരു 4 വിസിൽ പോകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതായപ്പോൾ 4ാമത്തെ വിസിലും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്ത് എയർ ഫുള്ളായിട്ട് പോയി കഴിയുമ്പം കുക്കർ തുറന്ന് നമുക്ക് അതിൻ്റെ വേവ് ഒന്ന് നോക്കാം. ഇപ്പോൾ പയറൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അടിയിൽ ഒട്ടും വെള്ളം ബാക്കിയായിട്ടില്ല, കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. വെള്ളം കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പയർ വെന്തിട്ടുണ്ടെങ്കിൽ അടിയിലൊട്ടും പിടിച്ചിട്ടുമില്ല. വേവൊന്ന് കറക്റ്റ് അറിയണമെങ്കിൽ നമുക്ക് 2 പയറെടുത്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ വേവെല്ലാം കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ശർക്കര പാനി അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തേങ്ങ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ ഇടാവുള്ളൂ, അടി പിടിക്കാതെ നോക്കണം. ലോ ഫ്ലെയിമിൽ അങ്ങോട്ട് ഇട്ടാൽ മതിയാവും. നമുക്ക് ഇളക്കുന്നതിൻ്റെ കൂടെ തന്നെ പയറൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചും കൂടെ കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ തവി ഒന്ന് മാറ്റിയിട്ടുണ്ട്. മുമ്പത്തെ തവി വെച്ച് ശരിക്കും ഉടയ്ക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ തവി ഒന്ന് മാറ്റി. പയർ നമ്മൾ ഫുള്ളായിട്ട് കുഴച്ചെടുക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും. നമുക്ക് ഈ ഒരു രീതിയിൽ ഉടച്ചെടുത്താൽ മതിയാവും. ഇടയ്ക്കിടയ്ക്ക് പയർ മുഴുവനായിട്ട് കിടക്കും, എങ്കിൽ കുറച്ച് പയറൊന്ന് ഉടച്ചെടുക്കുകയും ചെയ്യാം. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇത് ആറുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാറ്ററും കൂടെ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗൾ ഞാൻ എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മൈദപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ അരിപ്പൊടിയും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വെള്ളം ഒഴിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് പോകരുത്. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്.
എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതായത് ഒട്ടും നമുക്ക് കട്ട കെട്ടാതെ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കുക. ഞാൻ കുറച്ച് വെള്ളം കൂടെ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒട്ടും കട്ട കെട്ടിയിട്ടില്ല. നമുക്കിതുപോലെ വേണം മാവ് കിട്ടാനായിട്ട്. ഇനി നമ്മൾ നമ്മുടെ ആ ചെറുപയറൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് ചെറിയ ഉരുളകളാക്കി എടുക്കാം. നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സുഖിയൻ്റെ ഒരു വലുപ്പം അറിയാമല്ലോ അല്ലേ? അപ്പം ആ ഒരു വലുപ്പത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഓരോ ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഞാനത് പ്ലേറ്റിലേക്ക് വെക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പയറും കൂടെ ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഞാനിത് നമ്മുടെ ആ ഒരു കപ്പ് ചെറുപയർ കൊണ്ട് തന്നെ ഞാനൊരു 14 ഉരുളകളാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. 14 എണ്ണത്തോളം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ നമ്മൾ ചെയ്തെടുക്കുന്ന സൈസിനനുസരിച്ചിരിക്കും നമുക്ക് എണ്ണം എത്ര വരും എന്നുള്ളത്. ഞാനിവിടെ ചെയ്തെടുത്തേക്കുന്ന 14 എണ്ണം ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബാറ്ററിൽ മുക്കി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് തീ ഈ സമയത്ത് ഒരു മീഡിയം ലെവലിനേക്കാൾ ഒരു അല്പം കൂട്ടിയിട്ടാൽ മതിയാവും. ഹൈ ഫ്ലെയിമിലേക്ക് പോകണ്ട. ഇനി എണ്ണയൊക്കെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ഉരുളെടുത്ത് ഇതുപോലെ മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇടുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വേണം ഇട്ട് കൊടുക്കാം. തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഒരു 7 ഉരുളകളാണ് ഞാനിപ്പോൾ ആദ്യം ഇട്ടിട്ടുള്ളത്. 2 സെറ്റായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു എണ്ണ ഇട്ടു. ഇനിയിപ്പോൾ ഒരു സൈഡ് തിളച്ച് കഴിയുമ്പോൾ ഒരു സൈഡ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാൻ എണ്ണം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സൈഡൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് എണ്ണയിലേക്കിട്ടൊന്ന് ഓടിച്ചു കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇതാ നമ്മുടെ സുഖിയനെല്ലാം നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കത് കോരിയെടുത്ത് മാറ്റാം. ഞാനൊരു നാളെ ആദ്യം കോരിയെടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് ഊർന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള 3 എണ്ണം കൂടെ അതുപോലെ തന്നെ കോരിയെടുക്കുക. അതും പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയിരുന്ന 7 പീസും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് അതും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. 14 സുഖിയന് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് ചെറുപയർ കൊണ്ടാണ് നമുക്കിവിടെ 14 സുഖിയൻ കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഞാൻ സൈസിലൊന്നും അതിൻ്റെ വലുപ്പത്തിലൊന്നും ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നമുക്ക് ചായക്കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ വലുപ്പത്തിൽ തന്നെയാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ചായക്കടകൾ അലമാരകളിലൊക്കെ ഇരിക്കുന്ന അതേ വലുപ്പത്തിൽ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമുക്കിനി ഒന്ന് ടേസ്റ്റും കൂടെ ചെയ്ത് നോക്കിയാലോ. നമ്മുടെ സുഖിയൻ ഞാനിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല സോഫ്റ്റ് കേട്ടോ, ഭയങ്കര സോഫ്റ്റ്. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. നോക്ക്, അടിപൊളിയായിട്ടുണ്ട്. അത് പയറൊക്കെ കറക്റ്റ് വേവാണ്. അതിൽ പുറത്തെ മാവും അതും കറക്റ്റ് ഒരു വേവിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നന്നായിട്ട് ഫ്രൈ ചെയ്ത് നിൽക്കുന്നത്. അപ്പം നിങ്ങളത് ആ തീ ഒരിക്കലും കൂട്ടിയിടരുത്. നമുക്ക് ആ മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ടാൽ മതി. കാരണം നമ്മൾ അകത്ത് ഓൾറെഡി പയർ വേവിച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത്. അതുകൊണ്ട് പുറത്തെ മാവ് മാത്രം വെന്ത് കിട്ടിയാൽ മതി. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലോ വെക്കരുത്, ലോ ഫ്ലെയിമിലും വെക്കരുത്, മീഡിയം ഫ്ലെയിമിലും ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഏലക്കയുടെ ജീരകത്തിനൊക്കെ ടേസ്റ്റ് എടുത്തറിയാനായിട്ടുണ്ട്. അപ്പോൾ ഏലക്ക ഇഷ്ടമല്ലാത്തവർക്ക് അത് ചേർക്കണം നിർബന്ധമില്ല, അല്ലാതെ തന്നെ ചേർത്തെടുത്താൽ മതി. മധുരമാണെങ്കിലും കറക്റ്റാണ്. നമുക്ക് ചകിടിക്കുന്ന ഒരു മധുരമൊന്നുമില്ല, കറക്റ്റ് മധുരമാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ 100% ഗ്യാരണ്ടി തരുന്നു. മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ 99 തന്നിട്ടുള്ളായിരുന്നു. ഇതിന് ഞാൻ 100% ഗ്യാരണ്ടി തരുന്നു. അടിപൊളി ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടെ അമർത്തുക. അതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ഇങ്ങനത്തെ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.